നിയമത്തിന്റെ കണ്ണിൽ എപ്പോഴും നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് പ്രിവിലേജ് ഉണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ഒരു ആരോപണത്തിന്റെ ബലത്തിൽ പോലും കേസെടുക്കാൻ പറ്റുന്ന നാടാണിത്. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥിതി അനുസരിച്ച് സദാചാരത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരേ തെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്ത്രീയാണ്. ജാസ്മിനും ഗബ്രിയും കൂടെ ഒന്നിച്ചാണ് കൈകൾ കോർത്തു പിടിച്ച് ബിഗ് ബോസ് വീടിനകത്തിരുന്നത്. അല്ലാതെ ജാസ്മിൻ ഒറ്റയ്ക്കും ഗബ്രി ഒറ്റയ്ക്കും ആയിരുന്നില്ല. രണ്ടുപേരുടെയും കൂടെ കൈകൾ ചേർന്നപ്പോഴാണല്ലോ കോർക്കപ്പെട്ടത്. അങ്ങനെ ഒന്നിച്ച് കൈകൾ കോർത്തിരുന്ന്, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ജാസ്മിന്റെ നെറ്റിയിൽ ഗബ്രി ഒരു ഉമ്മ കൊടുക്കുന്ന കണ്ടു. സാങ്കേതികമായി നോക്കിയാൽ, താത്വികമായി ഇതിനെ വിലയിരുത്തിയാൽ നെറ്റിയും ചുണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴാണ് അവിടെ ഉമ്മ സംഭവിച്ചത് എന്ന് കാണാം. അപ്പോൾ അവിടെ രണ്ടുപേരുടെയും ഈക്വൽ ആയിട്ടുള്ള പ്രവൃത്തി അതിനകത്തുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഒരാൾക്ക് എതിർപ്പില്ലാത്തത് കൊണ്ടാണ് മറ്റൊരാൾ ഉമ്മ കൊടുത്തത്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, എല്ലായിടത്തും ആയിക്കോട്ടെ, ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വരുന്നത് ജാസ്മിനാണ്. അവൾ തേപ്പുകാരിയാണ്. ചിലർ പറയുന്ന കേട്ടു 5 മാസം അല്ലെങ്കിൽ 7 മാസമേ ഒരു ബോയ് ഫ്രണ്ട് അവൾക്കുണ്ടാകൂ എന്ന്. അത് നമ്മുടെ സമൂഹത്തിന്റെ വ്യവസ്ഥിതിയുടെ കുഴപ്പമാണ്. ഒരാളുമായി പ്രണയിച്ചിട്ട് അയാളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നാൽ 7 മാസമൊന്നും വേണ്ട, 7 ദിവസം മതി ബ്രേക്കപ്പ് ആവാൻ. ആ തരത്തിലേക്കുള്ള മാനസികമായ ഒരു ഉന്നതിയൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കാനും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. പ്രണയിക്കാനും അത് ഒത്തുപോകില്ല എന്ന് തോന്നുമ്പോൾ അത് വേണ്ടെന്ന് വയ്ക്കാനും ഒക്കെയുള്ള നമ്മുടെ അവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നമുക്കിപ്പോഴും ബോധ്യമില്ല. അതുകൊണ്ടാണ് പ്രണയം നിഷേധിച്ചതിന്റെ പേരിൽ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ആസിഡ് ഒഴിക്കുക, കുത്തി കൊലപ്പെടുത്തുക, പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുക, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒത്തുപോകാൻ കഴിയാത്തവർ വേറെ പിരിയുകയാണ് വേണ്ടത് എന്ന അടിസ്ഥാന കാര്യം പോലും നമ്മളിൽ പലർക്കും അറിയില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ജാസ്മിന്റെ പേഴ്സണൽ ലൈഫ് എന്താണെന്നോ അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് അറിയുകയുമില്ല, അറിയേണ്ട കാര്യവുമില്ല. ഇതിനകത്തൊരു ഗെയിമർ എന്ന നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള അവരുടെ പ്രൊഫൈൽ അത്ര മെച്ചപ്പെട്ട ഒരു പ്രൊഫൈലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗെയിം ഷോയിൽ അവർ നിൽക്കേണ്ട ഒരു രീതിയിലല്ല അവരതിനകത്ത് നിൽക്കുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചാൽ വളരെ നന്നായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നിട്ടും അനാവശ്യമായി ക്യാമറ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഒരു കോംബോ പിടിച്ച് സ്വന്തം ഗെയിമിനെ നശിപ്പിക്കുന്ന ഒരു ഗെയിമറായിട്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ ജാസ്മിനെ കാണുന്നത്. അതേ സമയത്ത് തന്നെ ഒറ്റയ്ക്ക് കളിച്ചാൽ ഗബ്രിയും ജാസ്മിനും രണ്ടുപേരും നല്ല കാലിബറുള്ള മത്സരാർത്ഥികളുമാണ്. ജാസ്മിന്റെ വാപ്പ ഫോൺ വിളിച്ചപ്പോൾ എന്റെ സാങ്കല്പികമായ ചിന്തയിൽ നിന്ന് ഇനി പറയുന്നതാണ്, കുറഞ്ഞ പക്ഷം ഇങ്ങനെയെങ്കിലും പറഞ്ഞാണ്, പൊന്നുമോളെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോ, പുറത്ത് കട്ട നെഗറ്റീവാണ്, നീ എന്തിനാണ് അവന്റെ കൂടെ എപ്പോഴും പോയി ഇരിക്കുന്നത്, നീ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ പോയത്, നിനക്ക് പുറത്തൊരു വിവാഹ നിശ്ചയമൊക്കെ ആയതല്ലേ, നീ അത് ശ്രദ്ധിക്കണ്ടേ, പുറത്ത് കട്ട നെഗറ്റീവാണ്, മോള് വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോ, ഇല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ വാപ്പ ഇവിടെ ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്റെ സാങ്കല്പികമായ കാര്യമാണ്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് അവരുടെ വാപ്പ വിളിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് പോലും ഗബ്രിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമായിട്ട് വിടാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷെ ഇന്നലെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് അവർ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ഇത് പറയുന്ന സ്ഥിതിക്ക് നമ്മൾ 2 ഗ്രൂപ്പിൽ നിൽക്കാം, പവർ റൂമിലേക്ക് പോകാമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഗബ്രിക്ക് അതിനോടൊരു യോജിപ്പില്ല. ഗബ്രി ആ ഒരു റിലേഷൻ വിട്ട് അവിടെ കളിക്കാനേ തയ്യാറാവുന്നില്ല. ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയയിലോ മറ്റോ പുള്ളിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെയും വിവാഹമൊക്കെ ഉറപ്പിച്ചതാണെന്ന രീതിയിൽ ഗബ്രി അവിടെ പറഞ്ഞിട്ടുണ്ട്. ജാസ്മിനും ഓൾമോസ്റ്റ് ഒക്കെ വാക്കാലെങ്കിലും ഒക്കെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. രണ്ടുപേരും പുറത്ത് കമ്മിറ്റഡ് ആണ്. അപ്പോൾ രണ്ടുപേരും എന്തായാലും നാളെ പ്രേമിക്കാനുള്ള ഉദ്ദേശത്തോടെയൊന്നും അല്ല ഈ ഒരു കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാം. രണ്ടുപേർക്കും ഇടയിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ കളിക്കാം. പക്ഷെ ഗബ്രി എന്തുകൊണ്ടായിരിക്കും ജാസ്മിനെ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കാത്തതെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് ഒരു തേപ്പുകാരിയാക്കി മാറ്റുക എന്നതായിരിക്കാം ഇതിനകത്ത് ഗബ്രിയുടെയും പ്ലാൻ. എന്തായിരിക്കും ജാസ്മിനെയും ഗബ്രിയും പരസ്പരം ആകർഷിച്ച ഘടകം? സീസൺ 6 വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിവാഹിതരായ മത്സരാർത്ഥികൾ എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കോംബോ അല്ലെങ്കിൽ ലവ് കോംബോ ഒക്കെ പിടിക്കാൻ ശ്രമിക്കുന്നത് പതിവ് കാര്യമാണ്, ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച്. ഇവിടെ ഇവർ രണ്ടുപേരും അവിവാഹിതരാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ ആ ഒരു പാർട്ട്ണറെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലോ? സീസൺ 4 റോബിൻ വന്നപ്പോൾ തന്നെ ദിൽഷയെ ഒന്ന് നോട്ടമിട്ട് ഗെയിം കളിച്ചു. പക്ഷേ ഇത് മനസ്സിലാക്കിയ ബ്ലെസ്ലി ഒരു മുഴ മുമ്പേ എറിഞ്ഞ് ആദ്യമേ കയറി ഐ ലവ് യു എന്ന് പറഞ്ഞ ആ ഒരു ട്രയാങ്കിൾ ലവ് കോംബോ അവിടെ ക്രിയേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവിടെ റോബിൻ അത് പറയാൻ വൈകിയതായിരുന്നു, തുറന്നു പറയാൻ വൈകിയതായിരുന്നു അവിടെ ബ്ലെസ്ലിക്ക് കയറി ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇവളെ ഞാൻ തന്നെ ആദ്യമേ അങ്ങ് കമ്പനി അടിച്ച് കളയാം, അല്ലെങ്കിൽ ഇവനെ ഞാൻ തന്നെ കമ്പനി അടിച്ച് കൂടെ നിർത്താം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി വന്നാലോ എന്നുള്ള ചിന്ത ഒരു പക്ഷേ കണ്ടസ്റ്റൻസിനകത്ത് കയറുമ്പോൾ ഉണ്ടാകും. അപ്പോൾ അത്യാവശ്യം അവർക്ക് പരസ്പരം കാണാൻ കൊള്ളാമെന്ന് തോന്നുന്ന ഒരേ വൈബുള്ള രണ്ടുപേരാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർ ആ ഒരു കോംബോയിലേക്ക് പോകുന്നത്. ജാസ്മിന്റെ കണ്ണിൽ ഗബ്രി അത്യാവശ്യം പുറത്ത് ഫാൻ ബേസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ആക്ടറാണ്. മാത്രമല്ല ഗബ്രിക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാം, കുറച്ച് ബോധവും ബുദ്ധിയൊക്കെ ഉണ്ട്. തിരിച്ച് ഗബ്രി നോക്കുമ്പോൾ ജാസ്മിൻ വളരെ സ്മാർട്ടാണ്, പുറത്ത് നല്ല ഫാൻ ബേസ് ഉണ്ട്, വളരെയധികം ഫോളോവേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ഒരാളാണ്.
അത്യാവശ്യം പേഴ്സണാലിറ്റി ഉണ്ടെന്നും ഗബ്രിക്ക് തോന്നിക്കാണും. എന്നാൽ ഇത് സെറ്റാണ്, ഈ ഒരു കോംബോ പുറത്ത് വർക്കൗട്ട് ആവുമെന്ന് ഗബ്രിയും വിചാരിച്ച് കാണും. ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങനെ തുടങ്ങിയ ഒരു സാധനം പുറത്ത് എന്തായാലും നെഗറ്റീവ് ആകുന്നുണ്ട് എന്ന് രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഗബ്രി എന്തുകൊണ്ടായിരിക്കാം ജാസ്മിനെ ആ ഒരു കോംബോയിൽ നിന്ന് പുറത്ത് കടക്കാൻ അനുവദിക്കാത്തത് എന്ന് ചോദിച്ചാൽ ന്യായമായും എനിക്ക് തോന്നുന്നത് ഒരു തേപ്പുകാരി ഗെയിം പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആകണം. അതല്ലാതെ ഇതിനകത്തൊരു സിൻസിയർ ഒരു അഫെയറോ അല്ലെങ്കിൽ ഒരു ഭയങ്കര തിക്കായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ ഒക്കെ ഡെവലപ്പ് ആവാനുള്ള ഒരു സമയമൊന്നും ബിഗ് ബോസിനകത്ത് ആയിട്ടില്ല. മനുഷ്യന്മാരല്ലേ, ചെന്ന് 3-ന്റെ അന്നൊന്നും അങ്ങനെ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ആർക്കും അതങ്ങോട്ട് ദഹിക്കത്തില്ല. അപ്പം ഗബ്രി ഒരു പക്ഷേ ജാസ്മിനോട് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസസീവ്നെസ് കാണിച്ച് പതിയെ ജാസ്മിനെ വെറുപ്പിച്ച് എന്നിട്ട് ഒരു സെൻഡിയും കൂടെ ഇറക്കാനായിട്ട്, അതായത് ജാസ്മിൻ തന്നെ പറ്റിച്ചു പോയി അല്ലെങ്കിൽ ജാസ്മിൻ തന്നെ കളഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് ഒരു ഗെയിം കളിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും. എന്നിട്ട് പതിയെ ജാസ്മിൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഗെയിം കളിക്കാനുള്ള ഒരു സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. നമ്മൾ മറ്റു പല ബിഗ് ബോസിലും അത്തരം ഗെയിം സ്ട്രാറ്റജീസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഇതേ സാധനം തിരിച്ച് ജാസ്മിനും ചിലപ്പോൾ ചെയ്യാം. രണ്ടുപേർക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. ഇവർക്ക് ഒന്നിച്ചിനി തുടർന്ന് ഇവർ എത്രത്തോളം കളിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഈ കോംബോ നെഗറ്റീവ് ആണെന്ന് റസ്മിൻ അടക്കം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. മാത്രമല്ല ഗബ്രിയും കൂടെ ഇരിക്കുക റസ്മിൻ പറയുന്നുണ്ട്, നീ അവൻ്റെ അടുത്ത് നിന്ന് മാറി ഇന്ന് കളിക്കണം. അപ്പോൾ ഗബ്രി ആ സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്ത ഗബ്രി ലാലേട്ടൻ്റെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴാണ് ജാസ്മിൻ പറഞ്ഞത് ഞാനോ അവനോ പവർ റൂമിൽ പോവാം, അപ്പം നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം മാറി കിട്ടുമല്ലോ എന്നുള്ളത്. ആ സമയത്താണ് ഗബ്രി പറഞ്ഞത് ഇവള് പോകുന്നത് എനിക്ക് താല്പര്യമില്ല. ജാസ്മിൻ അത് പറഞ്ഞതിൻ്റെ പേരിൽ ഗബ്രി പോയിട്ട് പിണങ്ങുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഇതൊരു തേപ്പുകാരി ഗെയിമിലേക്ക് അല്ലെങ്കിൽ തേപ്പുകാരൻ ഗെയിമിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളെ ഇവർ പറയും ഒരാളെ യൂസ് ചെയ്തു, അത് ആര് പറയുമെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. ചിലപ്പോൾ ഗബ്രി പറയാൻ ചാൻസ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ജാസ്മിനും പറയാം. പിന്നെ സൊസൈറ്റിയുടെ ഒരു ഇരിപ്പിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കൂടുതലും ജാസ്മിൻ തേച്ചു എന്നുള്ള തരത്തിലേക്ക് ആയിരിക്കും ഇത് വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. എന്താണെങ്കിലും ശരി, ഒരു തേപ്പുകാരി ഗെയിമിൽ ചിലപ്പോൾ ഇത് എൻഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. തൽക്കാലം ബൈ.